അത് പിന്നെ ഒന്നാമത്തെ നമ്മൾ എത്ര പ്രാവശ്യം പോയി ഹസ്ബൻഡിനെ കൊണ്ടുപോകണം. കാര്യം പറയുമ്പോൾ നാളെ ഇതേപോലെ ഒരു നടക്കില്ല പ്രാർത്ഥന പോലെ. എന്റെ കുട്ടി എന്തായാലും പോയി, പക്ഷെ നാളെ ഇതേപോലെ ഒരു ഇതേപോലെ പ്രാർത്ഥന പോലെ നടക്കാനേ പാടില്ല. ഇപ്പോൾ 24 മണിക്കൂറോട് അടുക്കുകയാണ്. സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ എന്താണ് സൂപ്രണ്ട് പറയുന്നത്? അവർക്കൊന്നും ഒരു റെസ്പോൺസ് എന്ന സംഭവമില്ല. അത് ഷീറ്റിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോള് വരുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ആ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോണ്ടല്ല പോലീസുകാരൻ ഉൾപ്പെടെ അതിനകത്ത് നിൽക്കുകയാണ്. ആ കറണ്ട് പോയപ്പോണ്ടല്ല പാർട്ടിക്കാരെല്ലാം നിൽക്കുന്നത്. ചിലപ്പോൾ അതിനകത്ത് ഒരു അടി നടന്നുകൊണ്ടല്ലേ പെട്ടെന്ന് ഒരു കറണ്ട് വരാനുള്ള ഇതില്ല അതിനകത്ത്. പൈസ മാറ്റാൻ വേണ്ടി കഴിവുണ്ട്. പൈസ ഈ ഡോക്ടറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ഡോക്ടറുടെ മുറിയിലെത്തി പണം നൽകിയെന്ന് കുടുംബം പറയുന്നുണ്ട്. എങ്ങനെയാണ് പണം നൽകിയിട്ടുണ്ടോ ഡോക്ടറിന്? പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ചാനലുകാർ ചോദിക്കൊണ്ട് പറയണമല്ല, പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാണ് ഡോക്ടറുടെ മുറിയിലെത്തിയാണോ പണം നൽകിയത്? മുറിയിൽ തന്നെയാണ് ചെന്ന് കൊടുത്തത്. 2 പ്രാവശ്യം കൊണ്ട് കൊടുത്തു. ഡോക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ പണം? അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞിട്ടില്ല ഇത്ര വെച്ച് ഫീസ് വെച്ച് കൊടുക്കുന്ന ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. എത്ര രൂപയാണ് നൽകിയത്? 2 പ്രാവശ്യം റൂമിൽ പോയിട്ടുള്ളത്. പിന്നോടല്ല ഇവിടെ ഈ ആശുപത്രിയിൽ വന്നിട്ടാണ് കണ്ടിട്ടുള്ളത്. എത്ര രൂപയാണ് ഡോക്ടർ ആവശ്യപ്പെട്ടത്? ഞാൻ 5000 രൂപ കൊടുത്തിട്ടുണ്ട്. മുറിയിൽ ആവശ്യപ്പെട്ട് തന്നെ കൊടുത്തത്. എന്നിട്ടുണ്ടല്ലോ ഇവിടെ കിടന്നതിന് ശേഷം ഇന്നലെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ഇപ്പം പ്രസവം നടക്കും. 12 മണിന്ന് പറഞ്ഞവരാണ് പറഞ്ഞോണ്ടല്ലേ. എന്നിട്ട് അവിടെ നിന്നുള്ള പെട്ടെന്ന് ആംബുലൻസിൽ പറഞ്ഞ് ഓടിച്ചുകൊണ്ട് അവിടെ കയറ്റിയിട്ട് ചെന്ന് കയറുന്ന മുമ്പേ പ്രസവം കഴിഞ്ഞു. എൻ്റെ മാമിയുടെ തുണിയും മാറ്റി പ്രസവം കഴിഞ്ഞ് ഡീസൻ്റായി. എന്നിട്ട് ഞാൻ കയറിപ്പോയി പറയാണ്, മോനെ ഞാനല്ല പ്രസവം എടുത്തത്, ഞാനല്ല മോനെ പ്രസവം എടുത്തതെന്ന്. അപ്പം ചത്ത കൊച്ചിനെ കണ്ട അറിഞ്ഞുകൂടി. ഞാൻ പ്രായമില്ലാത്തവനാ, മണ്ടനായി. എന്നിട്ട് അപ്പം ആ കൂടെ നിന്ന് ഡോക്ടർമാരും പിന്നെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വല്ല കുഴപ്പമുണ്ടാ എന്ന് ചോദിച്ചപ്പോൾ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ല. അപ്പം പിന്നെ ഈ പ്രസവം എടുത്താര് എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് എന്താ പറയണത്, അവർ തന്നെയാണ് എടുത്തത്. ആ കൂടെ നിൽക്കണവരാ, കൂടെ വർക്ക് ചെയ്യണവരെ ചതിക്കണവരാണ്. അപ്പം പിന്നെ എന്നെ ഭാര്യയും ചതിച്ചിട്ടില്ലേ? എടുത്തിട്ടില്ല. എടുത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരു ചാനലുകാർ കൂടണ്ട. ഈ ആശുപത്രിക്കകത്ത് സെറ്റ് ആവട്ടെ ആദ്യം. ഉപയോഗമുള്ളവരുണ്ടോ ഇല്ലയോ നോക്കട്ടെ, എന്നിട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാം. എനിക്ക് ആദ്യമായിട്ടുള്ള കൊച്ചാണ്. എന്താണെന്ന് ഇത്രയും ടൈം കഴിഞ്ഞില്ലേ, വിഷമമായി. ഓക്കെ സംബന്ധിച്ചില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ എൻ്റെ ഭാര്യ കൊണ്ടല്ല ആ കൊച്ചിൻ്റെ കരച്ചിലെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. ആ കിടക്കണ കൊച്ചുങ്ങളെ കരച്ചിലെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ പാതി വരെ സെറ്റായിട്ടുണ്ട് ഇപ്പോൾ. ഇപ്പം അവർക്ക് എണിക്കാൻ പറ്റില്ല. പോട്ടെ, എൻ്റെ ഭാര്യ ഉണ്ടല്ല പിന്നെ സുഖപ്രസവൻ്റെ ആ വേദന അവിടെ നിന്ന് ഇനിമ കൊടുത്തെല്ലാം അനുഭവിച്ചിട്ട് സിസേറിയന് പോട്ടെ. ഞാനൊരു അമ്മയുടെ വയറ്റും ജനിച്ചാണ്. സാഹചര്യമുണ്ട്, എല്ലാവരും ഉണ്ട്, കൂട്ടുകാരൻ എല്ലാവരും ഉണ്ട്. അപ്പോഴത്തേക്കുണ്ടല്ലേ ഈ വേദന ഉണ്ടല്ലേ സിസേറിയനൊക്കെ ചെയ്യുമ്പോഴത്തേക്കല്ലേ ഈ നിൽക്കണം. നിങ്ങൾക്കും അറിയാലോ. പിന്നെ അങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാർ പറഞ്ഞത് തിങ്കളാഴ്ചയൊക്കെ വന്നപ്പോഴത്തേക്ക് പറയുന്ന കാര്യം എന്ന് പറയാമോ, നമ്മളിവിടെ അഡ്മിറ്റ് ചെയ്യാൻ വിളിച്ചതല്ല. അവിടെ നിന്ന് പിന്നെ സ്കാനിങ് എടുത്തിട്ട് വന്നിട്ട് പോയി. പിന്നെ വന്നപ്പോൾ ഉണ്ടല്ലോ ഞാനും ഭാര്യയും കൂടെ സന്തോഷമായിട്ട് കുതിരക്കുട്ടിയെ പോലെ ഓടിച്ചാടി വന്നോളായിരുന്നു. 2 ദിവസം കൊണ്ട് പ്രസവം. അങ്ങനെയുള്ള കയറ്റി കിടത്തി വെളുപ്പങ്കാലം 4 മണിയായപ്പോഴത്തേക്ക് പ്രസവം ഉണ്ടെന്ന് പറഞ്ഞു കൊന്നു തന്നു. അത്രേ ഉള്ളൂ. ഈ ഡോക്ടർ ഒരു തവണ മാത്രമാണോ പൈസ ആവശ്യപ്പെട്ടത്? 2 പ്രാവശ്യമായിട്ടാണ് കൊടുത്തത്. 2 പ്രാവശ്യം 5000 വെച്ച്. അപ്പോൾ ടോട്ടൽ എത്ര രൂപ ഡോക്ടറിന് കൊടുത്തിട്ടുണ്ട്? 10000 രൂപ കൊടുത്തിട്ടുണ്ട് ഡോക്ടർക്ക്. 5000 വെച്ചിട്ട്. അല്ല, മുറിയിൽ വെച്ചാണ് കൊടുത്തത്. അല്ല, അങ്ങനെ പിന്നെ അവിടെ മുറി പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ തരൂല. നമ്മൾ ആദിവാസികളാണ്. കാരണം വെച്ചാൽ നമുക്ക് ഫ്രീ ആണെന്നാണ് എല്ലാം പറയണത്. ചെല്ലുമ്പോഴത്തേക്ക് കൊണ്ടല്ല എഴുതി തരണത് വെളിയിൽ. ഇതിന് മൊത്തം സ്കാനിങ്ങിന് എല്ലാത്തിനും പൈസ അടയ്ക്കുന്ന നമ്മളാണ്. എന്തോ മുറി കിട്ടുന്നതിനല്ല, അവിടെ പിന്നെ നമ്മൾ ഇവിടെ കാണിക്കൂലല്ലോ. ആ വാങ്ങിയായിരുന്നു കുഴപ്പമില്ല. കാര്യം എന്ന് പറയാമോ, പക്ഷെ അവര് ഒരു മാന്യത കാണിക്കണമായിരുന്നു. കൊച്ചിനെ കൊന്നിട്ടും വീണ്ടും പറയുന്നത് അറിയാമോ, ഞാനല്ല ചെയ്തതെന്ന്. ആ കൂടെ നേരം ചതിച്ചു. വണ്ടി എടുത്തോണ്ട് പൊക്കളാം.